48 പെട്ടിയുണ്ട്. ഇത് മുഴുവൻ ജോലിക്കാർക്കുള്ള പെട്ടിയാണ്. നീ ഇടയ്ക്കേറി വെട്ടരുത്. ഒരു പെട്ടി അങ്ങനെ കുറഞ്ഞാൽ നിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളെ. ചെങ്കുണ്ണി, ആരാ പറഞ്ഞത് ജോലിക്കാർക്ക് തേയില കൊടുക്കണമെന്ന്? വലിയ നമ്പരാണ്. ഞാനാണോ വലിയ നമ്പരാണോ തനിക്ക് കാശ് തരുന്നത്? ഞാൻ പറയുന്നവനെ ഇവിടെ നടക്കാൻ ഇല്ല. ഇവിടെ പണിയണ്ട, മനസ്സിലായോ? ആ പെട്ടി പോയി കിടക്ക. ജോലിക്കാർക്ക് തേയില കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞോന്നാ ചോദിച്ചത്. നിങ്ങൾ ആരാ? കർമ്മന്റെ അവതാരോ? ഒരു ദാനശീലൻ. ദാനം കൊടുത്ത് അവസാനം കിട്ടിയതേ ഈ കട്ടിലും തളർന്ന കാലമല്ലേ? മനുഷ്യനെ മെനക്കെടുത്താൻ കിടക്കുന്നു, ചത്ത് തൊലയത്തുമില്ല. കിളവനോട് പറഞ്ഞേക്ക്, അമ്മാവനെ ചവിട്ടി പുറത്താക്കിയവൻ എന്ന പേര് എനിക്ക് ഉണ്ടാക്കി വെക്കരുന്നു. അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോയിക്കൂടെ? വേണ്ട, നീ കഴിച്ചിട്ട് കിടന്നോളൂ. എന്തായി? ശവം പഞ്ചായത്തുകാരെ കൊണ്ട് കുഴിപ്പിച്ചിട്ടു. കുറച്ച് കാശ് കൊടുക്കേണ്ടി വന്നു. അവളുടെ കാര്യം, അവളെ കുടിയിറക്കി. നാളെ മല കടത്തി വിടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ശരി, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ നാളെ വീട്ടിൽ പോയി വാങ്ങിച്ചോ. ഓ, ഓക്കെ.
നീ ആരാണ് എന്റെ കുട്ടിക്ക്? ഞാനാണ് അമ്മാവ, അമ്മാവന്റെ അനിയത്തി മീനാക്ഷിയുടെ മോൻ. ആരാണ് ഈ മീനാക്ഷി? എന്നടി മീനാക്ഷി ചൊന്നത് എന്നാക്ഷി? അമ്മാവൻ വരണം. இங்கிருந்து போகும்போது என்ன சொல்லிட்டு போனேன்? പോയിട്ട് വാറേന്ന്. ഓഹോ, വന്നല്ല 4 കാലില് കയ്യും വീശി. ഇവിടെ മനുഷ്യ എനിക്ക് വെറ്റില പാക്ക് വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞില്ലേ? എവിടെ? എന്തോ എന്തോ അല്ല, വെത്തല പാക്ക് വരാമേ இப்ப குடிக்க பாரு காப்பி. இத தவிர பச்சை தண்ணி உனக்கு கொடுக்க மாட்டேன். അച്ഛാ, എന്താ മോളെ? വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചേർന്നതാണോ? നാളെ ആവട്ടെ. ഉടയാത്ത വള വാങ്ങിച്ചിട്ടില്ല. പണം കാണാത്തവൻ കണ്ടപ്പോഴുണ്ടായ കുഴപ്പമാ നിന്റെ അച്ഛനെ പറ്റിയത്. പെട്ടെന്നുണ്ടായ പണത്തിന്റെ അഹങ്കാരം മലവെള്ളം പോലെയാ പണത്തിന്റെ വരവും പോക്കുമെന്ന് പോയി കഴിയുമ്പോഴേ അറിയൂ. അപ്പം പഠിക്കും. ഏതായാലും നീ ഇങ്ങോട്ട് പോകുന്നത് നന്നായി. അമ്മാവ, എന്തെങ്കിലും ഒരു ജോലി. എന്റെ ഒരു കൂട്ടുകാരന്റെ മകനൊരു ചെറുക്കനുണ്ട്, കോടിമല എസ്റ്റേറ്റിലെ മാനേജറാ. ആ, അവനോടൊന്ന് ഞാൻ പറഞ്ഞു നോക്കട്ടെ. അതുവരെ എന്തെങ്കിലും ഒരു ചെറിയ പണി എന്തായാലും തിരക്കേടില്ല. നോക്കട്ടെ, തമ്പ്രാൻകുട്ടിയോടൊന്ന് പറഞ്ഞു നോക്കാം. കേറി വാടോ. ചങ്കു, ചങ്കുട്ടി, ഞാൻ ഇന്നലെ അടിച്ച് പൂക്കൂറ്റിയായി എന്തൊക്കെയോ പറഞ്ഞു. എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം, എന്നാലേ ഞാൻ ഇവിടെ എഴുന്നേക്കൂ. നീ എന്തായി കാണിക്കുന്നത്? സാരമില്ല, ഈ വഴക്ക് തീർക്കാൻ വൈകുന്നേരം ഒരു കുപ്പി പൊട്ടിച്ചാ പോയി. അത് മതി. എന്താ ശങ്കുണ്ണി കാലത്ത് പതിവില്ലാതെ? ഇവൻ എന്റെ അനന്തരവൻ തീർക്കണ PUC വരെ പഠിച്ചിട്ടുണ്ട്. 2 മാസത്തിനകം കോടിമലയിൽ ഒരു ജോലി കിട്ടും. അതുവരെ എന്തെങ്കിലും ഒരു ചെറിയ ജോലി. എന്ത് ജോലി ചെയ്യാം? എന്തും. പഠിപ്പിനത്തെ പണിയൊന്നും ഇവിടില്ല. കുതിരവണ്ടി ഓടിക്കാം. ഓടിക്കാം. ശങ്കുണ്ണി, എന്തോ ഇവനെ കണ്ടിട്ട് ഒരു കള്ളന്റെ ലക്ഷണമാണല്ലോ. മര്യാദയ്ക്ക് പണിയെടുത്തണം. അത് ഞാൻ നോക്കിക്കോളാം. എന്നാ ഇന്ന് തന്നെ ആയിക്കോട്ടെ. ആ ജംബുലിംഗത്തിന്റെ വണ്ടി ആളിനെ അടക്കല്ലേ? അതെ. എന്നാ പൊയ്ക്കോ. തൽക്കാലം നിനക്കൊരു ജോലിയായി. പിന്നൊരു കാര്യം, ചമ്പ്രാൻകുട്ടി ആള് പെസക, സൂക്ഷിക്കണം.